തുറന്നാൽ ആ ലോഗോ കണ്ട എല്ലാവർക്കും അതിലെന്തൊക്കെയോ ഉണ്ടെന്നറിയാം. അതായത് കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാരണം പലർക്കും പല കാഴ്ചകളാണ്, കാരണം നോക്കുന്നവനെ അനുസരിച്ചാണല്ലോ. ചിലർക്ക് അതൊരു കുബ്ബയാണ്, ഒരു മിനാരമാണ് പള്ളിയുടെ. ചിലർക്ക് അതൊരു കപ്പലായിട്ട് തോന്നുന്നുണ്ട്. ചിലർക്ക് അത് 100 എന്ന് എഴുതിയിട്ടുള്ള 100 എന്നുള്ളതിൻ്റെ 100 എന്ന് എഴുതിയതായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് ശരിക്കും ലോഗോൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ലോഗോയിൽ യഥാർത്ഥത്തിൽ സമസ്ത തന്നെ ഒരുപാട് ആശയങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സമസ്ത ഇറ്റ് സെൽഫ് അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ പ്യൂരിറ്റി, നമ്മുടെ ആദർശ വിശുദ്ധി, അതുപോലെ അതിൻ്റെ ചരിത്രം, ഇത്തരത്തിലുള്ള ഒരുപാട് എലമെൻറ്റുകൾ നമുക്ക് ഇതിൽ ലോഗോയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലോഗോ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ലോഗോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവരുമായി നിരന്തരമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നു. ഇതിലിപ്പോൾ ലോഗോയിൽ തന്നെ മൊത്തത്തിലൊരു കുബ്ബയുടെ ഒരു ഷേപ്പിലാണ് അത് കിടക്കുന്നുള്ളത്. അതേപോലെ തന്നെ അതേസമയം അതൊരു കപ്പലിൻ്റെ ഷേപ്പിലാണുള്ളത്, ഒരു പായക്കപ്പലിൻ്റെ ഷേപ്പിൽ. പിന്നെ നമ്മൾ വലുതുനിന്ന് ഇടത്തോട്ട് വായിച്ചു കഴിഞ്ഞാൽ അറബിയിലുള്ള നൂർ എന്ന് എഴുതിയതിൻ്റെ ഒരു ആലേഖനം കൂടി അത് കാണാം. അപ്പോൾ ഈ കപ്പൽ എന്നുള്ളത് നമ്മൾ പൊതുവേ നമ്മുടെ സമ്മേളനങ്ങൾ വരുമ്പോഴൊക്കെ സമസ്തയുടെ പതാക ഒരു കപ്പലുമേ ഇട്ടിട്ടുള്ളൊരു സാധനം നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ ഫെമിലിയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ആശയം കൺവേ ചെയ്യുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട സഹാബുകൾ ഇവിടെ എത്തിയത്, സഹാബത്ത് ഇവിടെ കപ്പലിറങ്ങിയതിൻ്റെ തന്നതായിരിക്കുന്ന ആശയം സമസ്ത കൊണ്ട് നടക്കുന്നതും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജനങ്ങളെ ആ ഉമ്മത്തിനെ സംരക്ഷിച്ചതുപോലെ ഇന്നത്തെ ഉമ്മത്തിനെ ആദർശ വ്യതിയാനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ഒരു ദിശ കാണിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ആശയവും, അതുപോലെ തന്നെ ഈ ഒരു പരിസരത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ആഗോള തലത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സഞ്ചാരത്തിനെ സൂചിപ്പിക്കും വിധം കപ്പലിൻ്റെ ഒരു ആലേഖനം കൂടെ അതിൽ കൊണ്ടുവന്നതോടുകൂടെ ഒരു പരിപൂർണമായ ഒരു സമസ്തക്കൊരു ആപ്റ്റായിട്ടുള്ള സമസ്തയുടെ ഇതുവരെയുള്ള ചരിത്രവും അതേപോലെ തന്നെ സംസ്ഥയുടെ 100ാം ശതാബ്ദിയും ഇത്തരത്തിലുള്ള എല്ലാ എലമെൻറ്റുകളും അതിൽ വന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവസാനം എത്തിച്ചേരാനുണ്ടായത്. ഓക്കെ. അതുപോലെ തന്നെ അതിൻ്റെ കളർ പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലാഗ് അല്ലേ, സമസ്തയുടെ ഫ്ലാഗാണത്. സമസ്തയുടെ മാന്തളിർ, പിന്നെ ഹരിത, വെള്ള കളർ, ആ ഒരു 3 കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ലോഗോയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് സമസ്തയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ കളറാണ് നമ്മുടെ ആധികാരികമായി സമസ്തയെ ഈ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എലമെൻറ്റ്. അപ്പോൾ അതും കൂടി അത് കൊണ്ടുവന്നതോടുകൂടെ കംപ്ലീറ്റ് ഒരു സമസ്തയുടെ